മേഘമൽഹാർ. രചന ദിജി കിഷോർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഈശാനിയോടൊപ്പം ചായക്കട അന്വേഷിച്ച് ഉണ്ണി നടക്കുമ്പോഴും അവൻ ഈശാനി ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒരു പെണ്ണിനെ സുന്ദരിയാക്കാൻ കമ്മലോ മാലയോ വളയോ മറ്റു ചമയങ്ങളോ ഒന്നും വേണ്ട എന്ന് ഈശാനിയെ നോക്കിയപ്പോൾ അവന് തോന്നി. ദേ ചായക്കട. ഉണ്ണിയുടെ കൈ പിടിച്ച് സന്തോഷത്തോടെ ഈശാനി പറഞ്ഞു. ഉണ്ണിയും ഈശാനിയും ചായക്കടയിലേക്ക് കയറി. അന്നേരം അവിടെ വല്ലാത്ത തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. ഓലയാൽ മേഞ്ഞ ആ ചെറിയ കടയുടെ ഉള്ളിലിട്ടിരിക്കുന്ന ബെഞ്ചിൽ പോയിരുന്നുകൊണ്ട് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ഇഷാനി ചോദിച്ചു. അപ്പണ്ട് മുട്ടക്കറിയുണ്ട്, വെടിയിറച്ചിയുണ്ട്, പുട്ടുംകടലയുണ്ട്. കടയിൽ ജോലിക്ക് നിൽക്കുന്ന ഏകദേശം ഒരു 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന പയ്യൻ പറഞ്ഞു. എനിക്ക് അപ്പം വെടിയിറച്ചി മതി. ഉണ്ണിക്കോ? ഇഷാനി ചോദിച്ചു. എനിക്ക് പുട്ടുംകടലക്കറി മതി, ഉണ്ണി പറഞ്ഞു. 2 മിനിറ്റിനുള്ളിൽ അവർക്ക് മുമ്പിൽ ആവശ്യപ്പെട്ട സാധനങ്ങൾ എത്തി. ഈശാനി അപ്പവും വെടിയിറച്ചിയും സ്വാദോടെ കഴിക്കുന്ന കണ്ടപ്പോൾ ഉണ്ണിക്ക് ഓക്കാനും വന്നു. ഇറച്ചിയുടെ മണം അസഹ്യമായതും ഉണ്ണി വായപൊത്തി പുറത്തേക്ക് ഓടി. ഈശാനി കാര്യം മനസ്സിലാവാതെ അവന് പിന്നാലെ ഓടി. ഉണ്ണി നിന്ന് ഛർദ്ദിക്കുന്ന കണ്ടപ്പോൾ അവൾ അവൻ്റെ പുറൊഴിഞ്ഞെടുത്തുകൊണ്ട് എന്തു പറ്റി ഉണ്ണിയെന്ന് ചോദിച്ചു. ഒരു നമ്പൂതിരിയുടെ മുമ്പിൽ ഇരുന്ന് ഇറച്ചി കഴിച്ചാൽ പിന്നെ ഛർദ്ദിക്കാൻ പറ്റില്ലേ? ഞാനതൊന്നും കഴിക്കാറില്ല, അതിൻ്റെ മണമൊന്നും എനിക്ക് പറ്റില്ല, മോൻ കഴിക്കൊണ്ട് ഉണ്ണി പറഞ്ഞു. ഓ സോറി ഉണ്ണി, ഞാനത് ഓർത്തില്ല, ഞാൻ മാറിയിരുന്നോളാം, നീ വന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് ഇഷാനി പോയി അവളുടെ പ്ലേറ്റ് എടുത്ത് മാറിയിരുന്ന് കഴിച്ചു. കഴിക്കലെല്ലാം കഴിഞ്ഞ് കൈ കഴുകുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഉണ്ണി ഓർത്ത്. കടക്കാരന് കൊടുക്കാൻ കയ്യിൽ 5 പൈസയില്ല. ഇഷാനിയുടെ കയ്യിൽ കാണുന്ന കരുതി അവൻ പുറത്തേക്ക് ഇറങ്ങി അവളെ കാത്തു നിന്നു. അവൾ വെള്ളച്ചായ ഊതി ഊതി കുടിച്ച ശേഷം കൈ കഴുകി വന്ന് ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് കടക്കാരൻ്റെ ചോദ്യം. അല്ല മക്കളെ, ചായ കുടിച്ചിട്ട് അങ്ങ് പോവാണോ? പൈസയൊന്നും തരുന്നില്ലേ? ഉണ്ണി, നീ പൈസ കൊടുക്കാതെയാണോ ഇവിടെ നിൽക്കുന്നേ? ഇഷാനി ചോദിച്ചു. അപ്പോൾ നീ കൊടുത്തില്ലേ? ഉണ്ണി പുരുകീർത്തിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലേ കൊടുക്കുക, ഇഷാനി കൈമറത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എൻ്റെലാണുള്ളത്, ഉണ്ണി ചോദിച്ചു. അയ്യോ നിൻ്റെലും ഇല്ലേ? ഇനി എന്താ ചെയ്യുക? ഓടിയാലോ? ഇഷാനി ചോദിച്ചു. നിനക്ക് ഈ ഓട്ടോ ഒരു വീക്ക്നെസ് ആണല്ലോ, ഉണ്ണി അവളെ കളിയായിക്കൊണ്ട് പറഞ്ഞു. ഉണ്ണിയുടെയും ഇഷാനിയുടെയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മധ്യവയസ്കനായ കടക്കാരൻ വേലായുധൻ അങ്ങോട്ട് ചെന്നു. എന്താ മക്കളെ, പൈസയല്ലേ? ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പോയിക്കോ. വിശക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുത്തു എന്ന് ഞാൻ കരുതിക്കോളാം. ആട്ടെ, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ, എവിടുന്ന് വരുവാ? വേലായുധൻ ചോദിച്ചു. അയ്യോ ചേട്ടാ, പൈസ ഞാൻ തന്നോളാം, പക്ഷെ ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാൻ എൻ്റെ വീട്ടിലെത്തിയ ചേട്ടനെ അയച്ചു തരാം, ഉറപ്പായിട്ടും തന്നോളാം. വിശപ്പ് സഹിക്കാൻ വയ്യായിട്ടാ കടി കയറി നിന്ന് ഭക്ഷണം കഴിച്ച്. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുക, ചേട്ടാ ആരോടും പറയണ്ട, ഞങ്ങൾ ഒളിച്ചോടി വരുക. അതാ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തത്. എൻ്റെ പേര് കാവ്യ, ഇത് അമീർ. 2 ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് വീട്ടുകാർ എതിർത്തു, അതാ ഞങ്ങൾ ഒളിച്ചോടിയത്, ഈശാനി പറഞ്ഞു. ഇതെല്ലാം കേട്ട് കിളി പോയ പോലെ ഉണ്ണി കണ്ണു തള്ളി നിന്നു. ആ, എനിക്ക് കണ്ടപ്പോഴേ സംശയം തോന്നി. അതൊക്കെ പോട്ടെ മക്കളെ, ഇനി എന്താ ചെയ്യാം? വീട്ടിലേക്ക് പോകാതെ കയ്യിൽ പൈസ ഇല്ലാതെ എത്ര നാളിങ്ങനെ ജീവിക്കും? വേലായുധൻ ചേട്ടൻ വിഷമത്തോടെ ചോദിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഉടൻ പോകും ചേട്ടാ, നാളെ തന്നെ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിക്കണം, ഈശാനി ഉണ്ണിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ മോളെ, ഇന്ന് പോകാൻ പറ്റില്ല, ഇന്ന് ഹർത്താലാ, ബസ്സൊന്നും ഓടുന്നില്ല. ഇനി നാളെ രാവിലെ പോകാൻ പറ്റൂ, വേലായുധൻ ചേട്ടൻ പറഞ്ഞു. ഇക്ക, ഇനി നമ്മൾ എന്തു ചെയ്യും? ഇന്ന് രാത്രി എവിടെ തങ്ങും എന്ന് ചോദിച്ചുകൊണ്ട് ഇഷാനി ഉണ്ണിയുടെ തോളിൽ കിടന്ന് കരയുന്നതായി അഭിനയിച്ചു. മക്കൾ വിഷമിക്കണ്ട, ഇന്നൊരു ദിവസം എൻ്റെ വീട്ടിൽ താമസിക്കാം. ഞാനും എൻ്റെ മോള് മാത്രമേ അവിടെ ഉള്ളൂ. മോള് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുക, ലീവിന് വന്നതാ എൻ്റെ കൂടെ നിൽക്കാൻ. 2 ദിവസം കഴിഞ്ഞ് അവൾ പോവും. എൻ്റെ ഭാര്യ അവളുടെ ആങ്ങൾക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോൾ ഇന്നലെ പോയതാ. ഹർത്താലായതുകൊണ്ടൊന്നും വരാൻ പറ്റിയില്ല. മക്കൾ വാ എന്നും പറഞ്ഞ് കടയിലെ പയ്യനോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് മുണ്ട് മുറുക്കിയെടുത്ത് വേലായുധൻ ചേട്ടൻ മുന്നിൽ നടന്നു. ഇഷാനിയും ഉണ്ണിയും പുറകെയും. ഓടിട്ട ഒരു ചെറിയ ഒറ്റനില വീടിന് മുമ്പിൽ പോയി നിന്ന്. മോളെ മീനൂട്ടി, ഒന്നിങ്ങ് വന്നേ, വേലായുധൻ ചേട്ടൻ നീട്ടി വിളിച്ചു. മീനൂട്ടിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാഞ്ഞപ്പോൾ ഇഷാനിയെ ഉണ്ണിയോട് ഉമ്മറത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി. ഡി, നിന്നോട് ആറടി നമ്പൂതിരിയാ എന്നെ പിടിച്ച് മുസ്ലിമാക്കാൻ പറഞ്ഞേ? ഉണ്ണി ഇഷാനിയുടെ കയ്യിൽ പിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് കേട്ടിട്ടില്ലേ ഉണ്ണി നമ്പൂരിയെ? നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞു പോയതാ, നമ്മോട് നമ്പൂരി അങ്ങ് ക്ഷമിക്കാം, ഇഷാനി ഉണ്ണിയെ തൊഴുതുകൊണ്ട് പറഞ്ഞു. ഹോ, എന്തൊക്കെ നുണയെ നീ പറഞ്ഞു കൂട്ടിയത്? അതും പറഞ്ഞ അവിടെ ഒരു കള്ളക്കരച്ചിലും, ഉണ്ണി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ നമ്പൂരിയെ, പിന്നെ നമ്മുടെ ചരിത്രം മൊത്തം ഇവിടെ വിളമ്പാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്നാലും സംഗതി ഏറ്റല്ല, തങ്ങാൻ ഒരിടം കിട്ടിയില്ലേ, ഇഷാനി മുടി മാടിക്കെട്ടിക്കൊണ്ട് പറഞ്ഞു. ഏത് നേരത്താണോ അവൻ്റെ മഹദേവ മരിക്കാൻ തോന്നി എന്നും പറഞ്ഞ് ഉണ്ണി നോക്കിയത് ആട്ടിൻകുട്ടിയുമായി അങ്ങോട്ട് നടന്നു വരുന്ന പച്ച പാവാടയും ബ്ലൗസും അണിഞ്ഞു വരുന്ന പെൺകുട്ടിയുടെ മുഖത്തേക്കാണ്. ആരാ? അവൾ ഉണ്ണിയെ ഇഷാനിയെ നോക്കി ചോദിച്ചപ്പോഴേക്കും വേലായുധൻ ചേട്ടൻ അകത്തുനിന്ന് ഇറങ്ങി വന്നു. മീനുട്ടി, നീ എവിടെയായിരുന്നു? വാതിന് തുറന്നിട്ട് എവിടേക്കാ പോയത്? ഞാൻ മണിക്കുട്ടിയായിട്ട് ചുമ്മാ കറങ്ങാൻ പോയതാച്ചാ.
ഇവരെല്ലാം ആരാ? ഉണ്ണിയെ നോക്കി മീനു ചോദിച്ചു. മക്കളെ, ഇതാ എൻ്റെ മോള് മീനൂട്ടി എന്ന മീനാക്ഷി. വേലായുധൻ ചേട്ടൻ മീനുവിനെ പരിചയപ്പെടുത്തിയ ശേഷം മീനൂട്ടിയോട് ഇഷാനി പറഞ്ഞ കഥയെല്ലാം മൂപ്പരുടെ രീതിയിൽ ഒന്നുകൂടെ എരിവും പുളിയും ചേർത്ത് പറഞ്ഞു. ഇന്നൊരു രാത്രി ഇവർക്ക് നമ്മൾ അന്തിയുറങ്ങാൻ ഇത്തിരി ഏട്ടം കൊടുക്കണം മോളെ. വേലായുധൻ ചേട്ടൻ പറഞ്ഞപ്പോൾ മീനാക്ഷി മറുത്തൊന്നും പറയാതെ മണിക്കൂട്ടിയെ കൂട്ടിലാക്കാനായി നടന്നു. പക്ഷെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇഷാനിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇഷാനി മീനാക്ഷിയുമായി പെട്ടെന്ന് തന്നെ കൂട്ടായി. മീനാക്ഷിയോട് പറഞ്ഞ് അവളുടെയും ഉണ്ണിയുടെയും ഉണക്കാനിട്ട വസ്ത്രങ്ങൾ പുഴക്കരയിൽ നിന്ന് എടുപ്പിച്ചു. രാത്രി കഞ്ഞിയും പയറും കഴിച്ച ശേഷം ഉണ്ണി കിടക്കാനായി മീനാക്ഷി പുറത്തെ മുറി ഒരുക്കി കൊടുത്തു. വേലായുധൻ ചേട്ടൻ ചായക്കട പുലർച്ചെ തുറക്കേണ്ടതിനാൽ നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നിരുന്നു. മീനാക്ഷിയുടെ മുറിയിൽ ഇഷാനി ഓരോ വീക്കിലിയും മറിച്ചു നോക്കിയിരിക്കുമ്പോഴാണ് മീനാക്ഷി പാത്രമെല്ലാം കഴുകി വെച്ച് കിടക്കാനായി അങ്ങോട്ട് വന്ന്. കാവ്യ കട്ടിൽ കിടന്നോളൂ, ഞാൻ താഴെ കിടക്കാം, മീനാക്ഷി ഇഷാനിയോട് പറഞ്ഞു. ഏയ് അതൊന്നും വേണ്ട മീനു, നീ കട്ടിൽ കിടന്നു, ഞാൻ താഴെ കിടക്കാം എന്ന് പറഞ്ഞ് ഇഷാനി താഴെ സ്ഥാനം പിടിച്ചു. പക്ഷേ മീനാക്ഷി ഇഷാനി അവിടുന്ന് എണീപ്പിച്ച് കട്ടിൽ കിടത്തി. ഇഷാനിക്ക് തീരെ ഉറക്കം വരുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒടുവിൽ മീനാക്ഷി ഉണർത്താതെ മെല്ലെ എണീറ്റ് പോയി ഉമ്മറത്തെ വാതിൽ തുറന്ന് തിണ്ണയിൽ പോയി ചാരിയിരുന്നു. അവളുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പെട്ടെന്നാണ് ഉമ്മറത്തെ ലൈറ്റ് തെളിഞ്ഞ്. ഇഷാനി വേഗം കണ്ണു തുടച്ചുകൊണ്ട് അവിടുന്ന് എണീറ്റു. കാവ്യ, എന്താ ഇവിടെ വന്നിരുന്നേ? മീനാക്ഷി കണ്ണു തിരുമ്മിയോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതാ ഇവിടെ വന്നിരിക്കുന്നത്, ഇഷാനി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ കാവ്യ സത്യം പറയൂ? മീനാക്ഷി ചോദിച്ചു. ഇഷാനി ഓക്കെ എന്ന് കൈകൊണ്ട് കാണിച്ച് മീനാക്ഷിയുടെ ചോദ്യത്തിനായി കാത്തു നിന്നു. കോടീശ്വരിയായ ഇഷാനി പരമസിംഹ അയ്യർ എങ്ങനെയാ കാവ്യായത്? എൻ്റെ അറിവുള്ള ഇഷാനിക്ക് അമർനാഥിനെ അല്ലാതെ ഈ ലോകത്ത് മറ്റൊരു പുരുഷനെ സ്നേഹിക്കാൻ കഴിയില്ല. ആ ഇഷാനി ഇങ്ങനെ അമീറായിട്ട് ഒളിച്ചോടി. ജയിലായിരുന്ന ഇഷാനി ഇങ്ങനെ ഇവിടെ എത്തി? മീനാക്ഷിയുടെ ചോദ്യം ഇഷാനിക്ക് മേൽ അമ്പുപോലെ വന്ന് പതിച്ചു. മീനാക്ഷി, നിനക്കെങ്ങനെ? ഇഷാനി അത്ഭുതത്തോടെ ചോദിച്ചു. ഇഷാനി പരമസിംഹ അയ്യരുടെ കാരുണ്യം കൊണ്ട് ശ്രീ പത്മനാഭ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന കുട്ടികളൊരാളായിരുന്നു ഞാനും. എൻ്റെ സ്പോൺസർ ആരാണെന്നറിയാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം കണ്ടെത്തിയപ്പോൾ പേടിയും വെറുപ്പും അസൂയെല്ലാം മാറി കോളേജിലെ തല്ലിപ്പൊളിയോട് ആരാധനയും സ്നേഹവും ബഹുമാനൊക്കെയായി. ഇഷാനിയെപ്പോലെ ഇഷാനി മാത്രമേ ഉള്ളൂ എന്ന് കൂടുതൽ അവളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മനസ്സിലായി. എന്നിട്ട് ഒടുക്കവൾ. മീനാക്ഷി നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇഷാനിയെ നോക്കി. ഇഷാനി ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് ഉമ്മറത്തുള്ള സൈഡ് മുറിയിൽ ഒരാൾ ഉറങ്ങാതെ കിടന്നിരുന്നു. ഉണ്ണി. മീനാക്ഷി പറഞ്ഞ ആ പേര് വീണ്ടും അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഇഷാനി പരമസിംഹ അയ്യർ. അകത്തേക്ക് കയറി നിന്ന മീനാക്ഷി ഉണ്ണി തടഞ്ഞു വെച്ചു. കാര്യം മനസ്സിലാവാതെ മീനാക്ഷി ഉണ്ണിയെ നോക്കി. മീനാക്ഷി, നീ ഇഷാനിയോട് സംസാരിച്ചാൽ ഞാൻ കേട്ടു. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഇഷാനിയെ കണ്ടപ്പോൾ തൊട്ടുണ്ടായ കാര്യങ്ങൾ ഉണ്ണി മീനാക്ഷിയോട് പറഞ്ഞു. മീനാക്ഷി, എനിക്കറിയണം ഇഷാനി ആരാണെന്ന്, ഉണ്ണി പറഞ്ഞു. അപ്പം നമ്പൂതിരി മുസ്ലിമായി എൻ്റെ അച്ഛനെ പറ്റിച്ചാണല്ലേ? ഇഷാനി നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? മീനാക്ഷി ഉണ്ണിയെ നോക്കി ചോദിച്ചു. അയ്യോ കുട്ടി, മനഃപൂർവ്വമല്ല, ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്ത കാരണം. അതൊക്കെ പോട്ടെ, നമ്മുടെ രണ്ടുപേരുടെയും രക്ഷകരായ അവളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ പ്ലീസ്, ഉണ്ണി പറഞ്ഞു. എനിക്ക് കോളേജിലെ കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. പിന്നെയാണ് ഞാൻ ഇഷാനിയുടെ കൂട്ടുകാരി കാവ്യയായിട്ട് അടുക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നു. കാവ്യക്ക് അറിയാത്തൊരു കാര്യവും ഇഷാനിയുടെ ജീവിതത്തിലില്ല. കാവ്യ? ആ പേരല്ലേ അവൾ നിന്റെ അച്ഛനോട് പറഞ്ഞു? അപ്പോൾ അമീർ ആരാ? ഉണ്ണി ആകാംക്ഷയോടെ ചോദിച്ചു. അമീർ തന്നെയാണ് കാവ്യ, മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെയാണോ? ഉണ്ണി സംശയത്തോടെ ചോദിച്ചു. കാവ്യ ഒരു ട്രാൻസാക്ഷനാണ്, അമീർ കാവ്യയായി മാറി. ഇപ്പോൾ മനസ്സിലായോ? മീനാക്ഷി ചോദിച്ചു. ഓ അങ്ങനെയാണല്ലേ, ഉണ്ണി എന്തോ ആലോചിച്ച പോലെ പറഞ്ഞു. കാവ്യ കോളേജിൽ പഠിക്കുന്നതന്നെ എല്ലാവർക്കും വെറുപ്പായിരുന്നു. ഒരു ട്രാൻസാക്ഷനിൽ ഉൾക്കൊള്ളാൻ ആർക്കും കഴിഞ്ഞില്ല. ഇഷാനിയുടെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് കാവ്യയ്ക്ക് അവിടെ പഠിക്കാൻ സാധിച്ചു. എല്ലാവരും ആ പാവത്തെ അകറ്റി നിർത്തി ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് കളിയാക്കി. പക്ഷേ കാവ്യ അതിലൊന്നും പതറാതെ പിടിച്ചിരുന്ന് ഇഷാനിയുള്ളതുകൊണ്ട് മാത്രമാണ്. ഇഷാനിക്കുണ്ടായിരുന്ന ആകെ ഒരു കൂട്ടുകാരിയും അവൾ തന്നെ. മീനാക്ഷി പറഞ്ഞു നിർത്തി. കാവ്യ പറഞ്ഞു, നിനക്കറിയാവുന്നതെല്ലാം ചേർത്ത് ഇഷാനിയെക്കുറിച്ച് എന്നോട് പറഞ്ഞൂടെ? എനിക്ക് ഇഷാനിയെ സഹായിക്കാൻ പറ്റിയാലോ? മീനാക്ഷി അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു തുടങ്ങി. കോടീശ്വരനായ പരമസിംഹ അയ്യരുടെയും ലക്ഷ്മി അമ്മാളുടെയും 2 പെൺമക്കളിൽ ഇളയവൾ ഇഷാനി, മൂത്തവൾ തന്വി. മഹാദേവ ഭക്തനായിരുന്നു അയ്യർ സാർ. അതുകൊണ്ട് തന്നെ പെൺമക്കൾക്ക് പാർവതി ദേവിയുടെ പേരുകൾ ഇട്ടതും. വളരെ സന്തോഷത്തോടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അയ്യർ സാറിനാണെങ്കിൽ പലതരം ബിസിനസ് ഷോപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. പണം വാരിക്കൂട്ടുന്നതിനനുസരിച്ച് അദ്ദേഹം ചെലവാക്കുകയും ചെയ്തിരുന്നു പാവപ്പെട്ടവർക്കായി. ആ നാട്ടിലെല്ലാവർക്കും ദൈവത്തെ പോലെയായിരുന്നു അയ്യർ സാർ. ഇഷാനി ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വെച്ചടി കയറ്റമായിരുന്നു. തൻവി ഇഷാനി തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഊമയായ തൻവി നന്നായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു. ഇഷാനിക്ക് സംഗീതത്തോടായിരുന്നു പ്രിയം.
ഇഷാനി എന്ന പേര് മാറ്റി KS ചിത്ര എന്നാക്കാൻ പറഞ്ഞ് ചെറുപ്പത്തിൽ അവൾ ഒത്തിരി വാശി പിടിച്ചിരുന്നു. ചിത്ര ചേച്ചിയുടെ പാട്ടെന്ന് വെച്ചാൽ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷാനി 5 വയസ്സുള്ളപ്പോൾ തൊട്ട് പാട്ട് പഠിക്കാൻ വിട്ടിരുന്നു. തൻവി ഇഷാനി വഴക്കാളികളായിരുന്ന സഹോദരിമാർ ആയിരുന്നില്ല. തൻവിക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഇഷാനിയായിരുന്നു. ഒരു നേരം പരസ്പരം കാണാതിരിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. തൻവിക്ക് എന്ത് കിട്ടിയാലും അവളത് ഇഷാനിക്കും കൊടുക്കും. ഇഷാനി അതുപോലെ തന്നെ. അയ്യർ സാറുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് ഉത്തരവാദിത്വവും തിരക്കെല്ലാം കൂടി. ആയിടക്കാണ് അദ്ദേഹത്തിൻ്റെ PI രാമകൃഷ്ണൻ വരുന്നു. കാണാൻ സുമുഖനായിട്ടുള്ള നല്ല വിദ്യാഭ്യാസവും സ്വഭാവമുള്ള ഒരാളായിരുന്നു രാമകൃഷ്ണൻ. അയ്യർ സാറുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും വിശ്വസ്തനുമായി മാറാൻ രാമകൃഷ്ണൻ അധിക സമയം വേണ്ടി വന്നില്ല. ഓഫീസിലും വീട്ടിലും എല്ലാ സ്വാതന്ത്ര്യവും അയ്യർ സാർ അയാൾക്ക് കൊടുത്തു. ഒരു ദിവസം അയ്യർ സാർ ബിസിനസ് ടൂറിനായി മുംബൈക്ക് പോയി. രാമകൃഷ്ണൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടായിരുന്നു പോയിരുന്നു. PA ആയിരുന്ന അയാൾ MDയുടെ അധികാരത്തോടെ കമ്പനി കൈകാര്യം ചെയ്തു. ടൂർ കഴിഞ്ഞ് തിരിച്ചെന്ന അയ്യർ സാറിനെ തേടിയെത്തിയത് 12 വയസ്സുകാരി തൻവിയുടെയും ഭാര്യ ലക്ഷ്മിയുടെയും മരണവാർത്തയായിരുന്നു. ഇഷാനി പാട്ട് പഠിക്കാൻ പോയ സമയത്തായിരുന്നു മരണം നടന്നത്. കണ്ടാൽ ആത്മഹത്യയെന്ന് തോന്നുമെങ്കിലും അത് ഉൾക്കൊള്ളാൻ ഇഷാനിയുടെ കുഞ്ഞു മനസ്സിന് കഴിഞ്ഞിരുന്നില്ല. തൻ്റെ അമ്മയും ചേച്ചിയും ഒരിക്കലും തന്നെയും അപ്പയും വിട്ടു പോവില്ലെന്ന് അവൾക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു. ഇഷാനിയും അയ്യർ സാറും ആകെ തകർന്നുപോയി. അവരുടെ വേർപാട് കൊണ്ട് പോലീസ് വന്ന് കേസ് അന്വേഷണം തുടങ്ങി. അയ്യർ സാർ പിന്നെ കമ്പനിയിലേക്ക് പോകാതെ വീട് തന്നെ ചടഞ്ഞുകൂടി. എല്ലാം രാമകൃഷ്ണന്റെ കൺട്രോളിലായി. രാമകൃഷ്ണൻ അയ്യർ സാറിനും ഇഷാനിക്കും താങ്ങും തണലുമായി നിന്നു. അയാൾ വരുന്നതും കമ്പനി കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യമുള്ള ഫയലുകളിൽ അയ്യർ സാറുടെ സൈൻ വാങ്ങിച്ചു പോകുന്നതും പതിവായിരുന്നു. ഇഷാനിയുടെ കുഞ്ഞു മനസ്സിലെ ചിന്തകൾ കേവലം ഒരു 8 വയസ്സുകാരിയുടേതായിരുന്നില്ല. സദാസമയം അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൾ ഒരു ദിവസം തൻവിയുടെ റൂമിൽ പോയി അവിടെ ഓരോ സാധനങ്ങളും എടുത്തു നോക്കി. തൻവിയെ ഓർത്തിരിക്കുമ്പോഴാണ് തൻവിയുടെ ഡ്രോയിങ് ബുക്കിൻ്റെ കാര്യം ഓർമ്മ വന്നു. തൻ്റെ ചേച്ചിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആ ബുക്ക് തിരഞ്ഞു നോക്കി അവളത് കണ്ടുപിടിച്ചു. കട്ടിലിരുന്ന് അതിൽ ഓരോ പേജും മറിച്ചു നോക്കാൻ തുടങ്ങി. തൻവിയുടെ കൺമുമ്പിലെ കാഴ്ചകളായിരുന്നു അതിൽ മിക്കതും. ഒരു പേജിൽ ഇഷാനിയുടെ ചിത്രം ജീവൻ തുടിക്കുന്ന പോലെ വരച്ചു വെച്ചേ കണ്ടപ്പോൾ ഇഷാനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ആ ബുക്ക് കൂടുതൽ നോക്കാതെ അടച്ച് തൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. രാത്രി ഉറങ്ങാൻ നേരം ഇഷാനി വീണ്ടും ആ ബുക്ക് എടുത്തുകൊണ്ടുവന്ന് നെഞ്ചിൽ വെച്ച് കിടന്നുറങ്ങി. തൻവി അടുത്തുള്ള പോലെ തോന്നി ഇഷാനിക്ക്. അപ്പോൾ രാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ മയങ്ങിപ്പോയി. രാവിലെ ഉറക്കമുണർന്നപ്പോൾ തൻവിയുടെ ബുക്ക് ഇഷാനിക്കരികിലില്ലായിരുന്നു. അവൾ എണീറ്റിരുന്ന് കിടക്കയിൽ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബുക്ക് താഴെ വീണ് കിടക്കുന്നത് കണ്ടത്. ഇഷാനി കട്ടിൽ നിന്നിറങ്ങി ബുക്ക് എടുത്ത് നോക്കിയതും അതിൽ തൻവി വരച്ച ചിത്രങ്ങൾ കണ്ട ഇഷാനി ആ ബുക്കും കൊണ്ട് അയ്യർ സാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഇഷാനി നീട്ടിയ ബുക്കിലെ ചിത്രങ്ങൾ കണ്ട് അയ്യർ സാറ് ഞെട്ടിത്തരിച്ചിരുന്നു. രാമകൃഷ്ണന്റെ ചിത്രമായിരുന്നു ആ ബുക്കിൽ കൂടുതലും. പക്ഷെ ആ പടത്തിന് മുകളിൽ കുത്തിവരയിട്ട് ദേഷ്യം തീർത്ത പോലെയായിരുന്നു. അവസാനം വരച്ച ചിത്രത്തിൽ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരുന്ന് കരയുന്ന ഒരു പെൺകുട്ടിയുടേതായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖം തൻവിയുടേതും. എല്ലാം മനസ്സിലായ പോലെ അയ്യർ സാർ ആ ബുക്ക് നെഞ്ചോടടക്കി പൊട്ടിക്കരഞ്ഞു. കോപം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നു. അന്ന് രാത്രി ഫയലിൽ സൈൻ ചെയ്യിക്കാനായി വന്ന രാമകൃഷ്ണനെ അയ്യർ സാർ പിടിച്ചു കെട്ടി അടിച്ച് അവശനാക്കി. തൻ്റെ മോളും ഭാര്യ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച് ഒരുപാട് മർദ്ദിച്ചു. വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ രാമകൃഷ്ണൻ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്താൻ തുടങ്ങി. ഒരിക്കൽ അയ്യർ സാറും ലക്ഷ്മിയമ്മയും കൂടി ഒരു കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. ഇഷാനി പാട്ട് ക്ലാസ്സിന് പോയിരുന്നു. തൻവിയും വീട്ടു ജോലിക്ക് നിൽക്കുന്ന ലീലയും മാത്രമേ അന്നേരം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ലീലയും രാമകൃഷ്ണനും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ മറ്റാർക്കും അത് അറിഞ്ഞിരുന്നില്ല. അയ്യർ സാറും ലക്ഷ്മിയമ്മയും വീട്ടിലില്ലാത്തപ്പോൾ ലീല രാമകൃഷ്ണനെ വീട്ടിൽ വിളിച്ചേറ്റുന്നത് പതിവായിരുന്നു. അന്നും പതിവ് പോലെ ലീല അയാളെ വിളിച്ചു വരാൻ പറഞ്ഞു. തടസ്സമായി നിന്നിരുന്ന തൻവിയെ ലീല ഓരോന്ന് പറഞ്ഞ് മുകളിലെ മുറിയിലെ പറഞ്ഞയച്ച ശേഷം രാമകൃഷ്ണനെ വീട്ടിനുള്ളിൽ കയറ്റി. രാമകൃഷ്ണൻ ലീലയും കൂടി ലീലയുടെ മുറിയിലേക്ക് പോയി. എടി ഭയങ്കരി, എന്നാലും നിന്റെ ധൈര്യം അപാരം തന്നെ, രാമകൃഷ്ണൻ പറഞ്ഞു. ഓ പിന്നെ ഈ പറയുന്ന ആൾക്കൊട്ടും ധൈര്യമില്ലായിട്ടാണല്ലോ ഞാൻ വിളിക്കുമ്പോഴേക്ക് ഓടി വരുന്നത്, ലീല രാമകൃഷ്ണനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ നീ ഒരു മോതലല്ലേടി, ഇന്ന് വിളിച്ചാൽ വരാണ്ടിരിക്കാൻ പറ്റുമോ? രാമകൃഷ്ണൻ ലീലയെ ആർത്തിയോട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോ സാറേ, നമ്മളൊരു പാവം. നീ അയ്യർ സാറിന് മുമ്പിലൊന്നും പോയി നിൽക്കണ്ട, പിന്നെ എനിക്ക് നിന്നെ കിട്ടാതാവും, രാമകൃഷ്ണൻ ലീലയുടെ ഇടുപ്പിൽ കൈമർത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യോ സാറേ, ദൈവദോഷം പറയത്തില്ല. അയ്യർ സാർ എന്നെ നോക്കുപോലും ചെയ്യാറില്ല. അല്ലെങ്കിൽ തന്നെ ലക്ഷ്മി ദേവി കൂടെയുള്ളപ്പോൾ നമ്മളെയൊക്കെ കണ്ണി പിടിക്കുകയോ, ലീല ചോദിച്ചു. നീ ഇങ്ങ് വന്നേ പെണ്ണേ എന്നു പറഞ്ഞ് രാമകൃഷ്ണൻ ലീലയെ ചുറ്റിപ്പിടിച്ച് കിടക്കയിലേക്ക് വീണു. മുകളിലെ മുറിയിലിരുന്ന് ജനലിലൂടെ നോക്കിയപ്പോൾ രാമകൃഷ്ണന്റെ കാർ മുറ്റത്ത് കിടക്കുന്ന കണ്ട തൻവി താഴേക്ക് ഇറങ്ങി വന്നു. മുൻവശത്തെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പക്ഷെ അവിടെ കിടക്കുന്ന രാമകൃഷ്ണന്റെ ചെരുപ്പ് കണ്ടപ്പോൾ അയാൾ അകത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അകത്തേക്ക് നടന്നു. ചിരിയും കളിയും കേൾക്കുന്ന ലീലയുടെ മുറിയുടെ മുമ്പിൽ തൻവി എത്തിയതും അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ നടുങ്ങി നിന്നു. അവിടെ നടക്കുന്നതും തിരിച്ചറിയാനുള്ള പ്രായമൊന്നും അവൾക്കില്ലായിരുന്നു.
അവൾ പേടിച്ചുകൊണ്ട് കാലുകൾ പിന്നോട്ട് വെച്ചതും അവളുടെ കൈ തട്ടി ഫ്ലവർവേഴ്സ് താഴെ വീണ കേട്ട് ലീലയും രാമകൃഷ്ണൻ അങ്ങോട്ട് നോക്കിയതും തൻവി ഓടിപ്പോന്നാണ് കണ്ടത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.